ട്രംപിൻ്റെ മകനെ വധിക്കാൻ ഇറാൻ പദ്ധതിയിട്ടു എന്ന റിപ്പോർട്ട് ഇപ്പോൾ പുറത്തു വരികയാണ്. $10 മില്യൺ പാരിതോഷികം ട്രംപിൻ്റെ മകനെ വധിക്കുന്നവർക്ക് ഇനാം പ്രഖ്യാപിച്ചുകൊണ്ടാണ് ഇറാൻ്റെ പ്രസ് TV ഈ റിപ്പോർട്ട് പുറത്തുവിട്ടത്. കഴിഞ്ഞ 25-ാം തീയതിയാണ്, അതായത് ഓഗസ്റ്റ് 25-ന് ഇറാൻ്റെ സ്റ്റേറ്റ് മീഡിയയിൽ വളരെ പ്രാധാന്യത്തോടു കൂടി ഈ റിപ്പോർട്ട് പുറത്തു വന്നു. 3 മിനിറ്റ് ദൈർഘ്യമുള്ള ഒരു വീഡിയോ സംപ്രേഷണം ചെയ്തുകൊണ്ടാണ് ഈ കാര്യങ്ങൾ ഇറാൻ ചോദിച്ചത്. ട്രംപിൻ്റെ ഇളയ മകൻ ബാരൺ ട്രംപിനെ ഇറാൻ ലക്ഷ്യമാക്കി എന്നാണ് ആ റിപ്പോർട്ടിൻ്റെ അകത്ത് പറയുന്നത്. അതിൽ വേർ ടു കിൽ ബാരോ ട്രംപ് എന്നൊരു ചോദ്യവും അവിടെ ഉന്നയിക്കപ്പെട്ടിട്ടുണ്ട്. ഈ ചോദ്യം എന്ന് പറഞ്ഞാൽ ഈ ബാരോൺ ട്രംപിൻ്റെ മകനെ തിരയുകയാണ് എന്ന തരത്തിലാണ് ഇതിനെ മീഡിയക്കാർ വ്യാഖ്യാനിക്കുന്നത്. അപ്പോൾ ഈ രണ്ടാം ഘട്ടത്തിലാണ് ഈ സംഭവം, അതായത് ഇസ്രായേലിൻ്റെ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിനെ വധിക്കാനുള്ള പരിപാടികൾ ഇറാൻ തയ്യാറാക്കുകയും അതിന് പ്രത്യേകമായ രീതിയിൽ പ്രാക്ടിക്കൽ ലഭിച്ച വിഭാഗം ഇസ്രായേലിനോ അനുബന്ധമായിരിക്കുന്ന മേഖലയിലോ പ്രവർത്തിക്കുകയും ചെയ്യുന്നുണ്ട് എന്ന് അവിടുത്തെ 12 ചാനൽ അടക്കമുള്ള മീഡിയകൾ റിപ്പോർട്ട് ചെയ്തത് വലിയ വിവാദമായി കത്തിപ്പടരുന്നതിൻ്റെ ഇടയിലാണ് ഇപ്പോൾ ട്രംപിൻ്റെ മകനെയും ഇറാൻ ലക്ഷ്യമാക്കുന്നു എന്ന തരത്തിൽ വിവരങ്ങൾ വരുന്നത്. ഏത് തരത്തിലാണ് ഇതിന് ഇറാൻ തന്ത്രങ്ങൾ മെനയുന്നത് എന്നതുമായി ബന്ധപ്പെട്ട ഒരു അന്വേഷണ റിപ്പോർട്ട് ഇതിൻ്റെ കൂടെ അമേരിക്കയുടെ വിദേശകാര്യ മന്ത്രാലയം ട്രംപിന് സമർപ്പിച്ചിട്ടുണ്ട് എന്ന് പറയുന്നു. വൻ സുരക്ഷാ സംവിധാനങ്ങൾ ഇതിനു ശേഷം ട്രംപിൻ്റെ മകന് സർക്കാർ പ്രഖ്യാപിക്കുകയും ചെയ്തു. എന്നാൽ ഇത് ഔദ്യോഗികമായ രീതിയിൽ ഇറാൻ പറഞ്ഞതാണ് എന്നതിനെ സാധൂകരിക്കുന്ന തരത്തിലുള്ള വിവരങ്ങളൊന്നുമില്ല. പക്ഷേ ഇറാൻ്റെ ഭാഗത്തെ റിപ്പോർട്ട് വന്നത് നിസ്സാരമായിട്ട് കാണാൻ പറ്റില്ലെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് പ്രതികരിച്ചു. സോഷ്യൽ ട്രൂത്തിൽ ഈ വിഷയത്തിൻ്റെ ചെറിയ ഭാഗങ്ങൾ മറ്റ് പല തരത്തിലേക്കും ഇറാൻ നീങ്ങുന്നുണ്ട് എന്ന് ഞങ്ങൾക്ക് കൃത്യമായിരിക്കുന്നു. അത് ഇസ്രായേലിനെയും അമേരിക്കയെയും വ്യത്യസ്ത തരത്തിലും രീതിയിലും ലക്ഷ്യം വെക്കുന്നു എന്ന് ഞങ്ങൾക്ക് ബോധ്യമായിരിക്കുന്നു. അത് ഞങ്ങൾ നിസ്സാരമായിട്ട് കാണുന്നില്ലെന്നും അതിന് പ്രതിവിധി തങ്ങൾ ഉണ്ടാക്കും എന്നുമാണ് ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് ഇറാൻ പ്രതികരിച്ചത്. അമേരിക്കയുടെ പ്രസിഡന്റ് പ്രതികരിച്ചത് ഇറാൻ്റെ പേര് പറയാതെ, തൻ്റെ മകൻ്റെ പേര് പറയാതെ, ഇസ്രായേൽ പ്രധാനമന്ത്രിയുടെ മകൻ്റെ പേര് പറയാതെയാണ് ലക്ഷ്യം വെക്കുന്നു എന്ന ഭാഗം പരാമർശിച്ചുകൊണ്ട് അദ്ദേഹം ഇത് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ യുദ്ധം മറ്റൊരു തലത്തിലേക്ക് നീങ്ങുന്നു എന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല. ആ തരത്തിലുള്ള റിപ്പോർട്ടുകൾ ഈ മിഡിൽ ഈസ്റ്റ് മേഖല കേന്ദ്രീകരിച്ചുകൊണ്ട് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ്. ഇസ്രായേലിൻ്റെ പ്രധാനമന്ത്രി നെതന്യാഹു ആണെങ്കിലും അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ആണെങ്കിലും മിഡിൽ ഈസ്റ്റ് സന്ദർശിക്കുന്നതിൽ നിന്ന്, അത് ഇസ്രായേലിൻ്റെ പ്രധാനമന്ത്രി ഏതായാലും മിഡിൽ ഈസ്റ്റ് സന്ദർശിക്കില്ല, അതിനെക്കുറിച്ച് പറയുന്നത് ഏതെങ്കിലും മുസ്ലിം രാജ്യങ്ങൾ സന്ദർശിക്കുന്നതിൽ നിന്നും, അതുപോലെ തന്നെ ട്രംപ് ഏഷ്യൻ മേഖലയാണെങ്കിലും അറേബ്യൻ മേഖലയാണെങ്കിലും ഇനി യൂറോപ്പ് മേഖലയാണെങ്കിലും സന്ദർശനത്തിൽ നിന്ന് മാറി നിൽക്കണം എന്നുള്ളതാണ്. തുർക്കിയുമായിട്ട് ബന്ധപ്പെട്ട ഒരു വലിയ വിഷയം, വധശ്രമം തന്നെ യഥാർത്ഥത്തിൽ ഇറാൻ നടത്തിയിട്ടുണ്ട് എന്ന തരത്തിലുള്ള റിപ്പോർട്ടാണ് പുറത്തു വരുന്നത്. അത്ഭുതകരമായ രീതിയിലാണ് ട്രംപ് രക്ഷപ്പെട്ടത് എന്ന് അന്നത്തെ റിപ്പോർട്ടിലൊക്കെ കാണാൻ വേണ്ടി സാധിക്കുന്നു. കാര്യം എന്ന് പറഞ്ഞാൽ A1 എന്ന് പറയുന്ന അമേരിക്കയുടെ പ്രസിഡന്റ് സന്ദർശനം നടത്തിയ വിമാനത്തെ ഈ ഇറാൻ ലക്ഷ്യമാക്കിക്കൊണ്ട് തുർക്കിയിലേക്ക് ഒരു ആക്രമണം അല്ലെങ്കിൽ മിസൈൽ ആക്രമണം നടത്താൻ സാധ്യതയുണ്ട് അല്ലെങ്കിൽ ഉണ്ടായിരുന്നു. അത് ഏതോ തരത്തിൽ ചോർന്ന് കിട്ടിയതിൻ്റെ അടിസ്ഥാനത്തിലാണ് അന്ന് അമേരിക്കയുടെ പ്രസിഡന്റ് രക്ഷപ്പെട്ടത് എന്നുള്ളതാണ്. പ്രസിഡന്റ് ആയതിനു ശേഷം 4 പ്രാവശ്യമെങ്കിലും ട്രംപിന് നേരെ വധശ്രമം ഉണ്ടായിട്ടുണ്ട്. ഈ വധശ്രമത്തിൽ നിന്നെല്ലാം അത്ഭുതകരമായ രീതിയിൽ ട്രംപ് രക്ഷപ്പെടുകയാണ്. ഇനിയിപ്പോൾ രണ്ടാം ഘട്ടത്തിൽ ട്രംപിൻ്റെ മകനെയും ആ വിഷയത്തോടനുബന്ധിച്ച് ചില വിവരണക്കുറിപ്പുകൾ കാണാൻ വേണ്ടി സാധിക്കുന്നു. എന്തുകൊണ്ട് അയാളും അയാളുടെ മകനും പ്രതിസ്ഥാനത്ത് വന്നു? 18 ഇറാനാൽ വധിക്കപ്പെടേണ്ട 18 ലോക നേതാക്കന്മാരുടെ ലിസ്റ്റ് പ്രഖ്യാപിച്ചാൽ ട്രംപ് 1-ാം സ്ഥാനത്തും ഇസ്രായേൽ പ്രധാനമന്ത്രി 2-ാം സ്ഥാനത്തുമാണ്. എന്നാൽ ആ ലിസ്റ്റിൻ്റെ അകത്ത് ട്രംപിൻ്റെ മകൻ്റെ പേര് ഇല്ല എന്നാണ്. അതേപോലെ തന്നെ ഇസ്രായേൽ പ്രധാനമന്ത്രിയുടെ മകൻ്റെ പേരും ഇല്ല എന്നാണ് കാണാൻ വേണ്ടി പറ്റുന്നത്. ഈ പറയപ്പെട്ട 18 ഉന്നതരായിരിക്കുന്ന ശ്രദ്ധിക്കപ്പെടുന്ന ആളുകളിൽ ഒരാൾ അമേരിക്കയിൽ വെച്ച്
മരണപ്പെട്ടിട്ടുണ്ട് അല്ലെങ്കിൽ കൊല്ലപ്പെട്ടിട്ടുണ്ട്. കൊല്ലപ്പെട്ടതാണ് എന്നുള്ള അഭിപ്രായം അന്ന് തന്നെ ഉയർന്നു വന്നിട്ടുണ്ട്. ഏത് തരത്തിലുള്ള തന്ത്രങ്ങളാണ് ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് ഇറാൻ പ്രയോഗിച്ചത് എന്നതിൽ ഇപ്പോഴും വലിയ ആശങ്കകളും അഭിപ്രായ വ്യത്യാസങ്ങളും നിലനിൽക്കുന്നു. പക്ഷേ ഏറ്റവും കടുത്ത വിമർശകനായിരുന്നു, ഇറാനെ എതിരെ ഏറ്റവും കടുത്തതായ രീതിയിൽ വാക്കുകൾ പ്രയോഗിച്ചുകൊണ്ട് വിമർശിക്കുന്ന അമേരിക്കയുടെ പ്രസിഡന്റായിരിക്കുന്ന ഡൊണാൾഡ് ട്രംപിനോടൊപ്പം ചേർന്ന് നിൽക്കുന്ന നേതാവ് അപ്രതീക്ഷിതമായ രീതിയിൽ ഒരിക്കൽ മരണപ്പെടുന്നു എന്ന് പറഞ്ഞാൽ അത് വിശ്വാസയോഗ്യമല്ല. അതിൻ്റെ പിന്നാമ്പുറം പരിശോധിക്കേണ്ടതുണ്ട് എന്ന് അന്ന് തന്നെ അമേരിക്കയുടെ ഭരണകക്ഷികൾ ആവശ്യപ്പെട്ടിട്ടുണ്ട്. പക്ഷേ അതിൻ്റെ റിപ്പോർട്ട് കാര്യങ്ങളൊന്നും ഇപ്പോഴും പുറത്തു വന്നിട്ടില്ല. ഇപ്പോഴത്തെ സ്ഥിതി കാര്യങ്ങളെന്ന് പറഞ്ഞാൽ ഇറാൻ്റെ പരമോന്നത നേതാവായിരിക്കുന്ന ആയത്തുള്ള അലി ഖംനായിയെ ഫെബ്രുവരി മാസം 28 ഇസ്രായേലും അമേരിക്കയും സംയുക്തമായ രീതിയിൽ അവരുടെ തലസ്ഥാനമായിരിക്കുന്ന തെഹ്റാനോട് ചേർന്നുള്ള ഒരു മതപാഠശാലയുമായിട്ട് ബന്ധപ്പെട്ട അല്ലെങ്കിൽ അവിടെ ഏറ്റവും ആത്മീയപരമായിരിക്കുന്ന പരിവേഷമുള്ള ഭാഗങ്ങളിൽ വെച്ച് കൊലപ്പെടുത്തുന്നു. അദ്ദേഹത്തോടൊപ്പം ഏകദേശം സൈനിക കമാൻഡറും ബന്ധപ്പെട്ടവരായിരിക്കുന്ന 23 അല്ലെങ്കിൽ 13 പേർ അങ്ങനെ കൊല്ലപ്പെട്ടിരിക്കുന്ന റിപ്പോർട്ടാണ് പുറത്തു വന്നത്. അദ്ദേഹത്തിൻ്റെ മകനായിരിക്കുന്ന ഇപ്പോഴത്തെ ആത്മീയ നേതാവായിരിക്കുന്ന മുജ്തബ അലി ഖംനായിയുടെ ഭാര്യയും മകളും ആ കൊല്ലപ്പെട്ടതിലുണ്ടായിരുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഒരു കുടുംബ മരണവും ദേശത്തെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ ഇറാൻ എന്ന് പറയുന്ന രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം അവരുടെ ആത്മീയ നേതാവും പിന്നീട് ഏറ്റവും സുരക്ഷിതമായിരിക്കുന്ന മേഖല കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള ആക്രമണവും ഒരുപാട് വ്യാഖ്യാനങ്ങൾ ആ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് ഉണ്ടായിട്ടുണ്ട്. അത് കഴിഞ്ഞതിന് ശേഷം ഈ സംഭവം ഫെബ്രുവരി 28 നടക്കുന്നു. മാർച്ച് കഴിഞ്ഞു. ഏപ്രിൽ മാസത്തോട് കൂടിയിട്ട് ആ സമയത്ത് തന്നെ ട്രംപിൻ്റെ പേര് അവർ ലിസ്റ്റാക്കിയിട്ട് വെച്ചിട്ടുണ്ട്. വധിക്കാനുള്ള ലിസ്റ്റിൽ ട്രംപിൻ്റെ പേരുണ്ട് എന്നുള്ളതാണ്. എന്നാൽ ആ സമയത്ത് ട്രംപിൻ്റെ മകനായിരിക്കുന്ന ബാരൺ ട്രംപിൻ്റെ പേര് അവിടെ ഇല്ലായിരുന്നു എന്നുള്ളതാണ്. പിന്നെ കുറച്ച് കഴിഞ്ഞ സമയത്താണ് മുജ്തബ അലി ഖംനായിയെ കൊലപ്പെടുത്തിയ തരത്തിൽ ഇസ്രായേലിൽ നിന്ന് റിപ്പോർട്ട് പുറത്തു വന്നത്. അയാളുടെ വിവരകാര്യങ്ങളൊന്നും പുറത്തു വരുന്നില്ല. ആയതിനാൽ അയാൾ കൊല്ലപ്പെട്ടിട്ടുണ്ട്. അയാൾ താമസിക്കുന്ന ഇടത്താണ് സ്ഫോടനം നടന്നത്. ആ സ്ഫോടനത്തിൽ ഗുരുതരമായ പരിക്കേൽക്കുകയും പിന്നീട് കൊല്ലപ്പെടുകയും ചെയ്തിട്ടുണ്ട് എന്ന തരത്തിൽ ഇസ്രായേലിൻ്റെ മീഡിയകളൊക്കെ അത് വലിയ രീതിയിൽ പ്രചരിപ്പിച്ചു. അതോടൊപ്പം തന്നെ ഈ യൂറോപ്യൻ രാജ്യങ്ങൾ ആ മീഡിയകൾ അത് ഏറ്റെടുത്തു. അതോടുകൂടി ലോകവ്യാപകമായ രീതിയിൽ അങ്ങനെ ഉണ്ടായി. പിന്നെ ഇറാൻ കുറച്ചു കാലം കഴിഞ്ഞതിന് ശേഷം ശാന്തമായ രീതിയിൽ അത് പ്രതികരിച്ചുകൊണ്ട് മറുപടി നൽകി. അദ്ദേഹം സൈനിക മേധാവികളുമായിട്ടും മതമേധാവികളുമായിട്ടും സംസാരിക്കുന്നതും ചർച്ച ചെയ്യുന്നതിൻ്റെ വീഡിയോ 2-ലധികം വീഡിയോകൾ ഇറാൻ പുറത്തുവിടുകയും ചെയ്തു. അതോടൊപ്പം തന്നെ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞു ജീവിച്ചിരിപ്പുണ്ട് എന്നുള്ളത് അയാളും സമ്മതിച്ചു. പക്ഷേ എവിടെ, എങ്ങനെ, ഏത് തരത്തിൽ എന്നതിനെക്കുറിച്ചുള്ള വിവരങ്ങളൊന്നും ഇല്ല. അപ്പോൾ അന്ന് ഇതിന് പകരം കൃത്യമായൊരു റൂട്ട് പാത വരച്ചുകൊണ്ടാണ് ഇറാൻ ഈ കാര്യങ്ങളൊക്കെ പറയുന്നത്. ആത്മീയ നേതാവ് ആയത്തുള്ള അലി ഖംനായിയെ കൊലപ്പെടുത്തിയതിന് പകരമായി ട്രംപിനെയും അതോടൊപ്പം തന്നെ ഇസ്രായേലിൻ്റെ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിനെയും കൊലപ്പെടുത്തണം. അത് അവിടെ അവസാനിച്ചു. അടുത്ത ഘട്ടത്തിൽ പിന്നെ വരുന്നത് മുജ്തബ അലി ഖംനായിയെ ലക്ഷ്യം വെച്ചുകൊണ്ട് ഇസ്രായേലും അമേരിക്കയും സംയുക്തമായി ആക്രമണം നടത്തുന്നു. അദ്ദേഹം താമസിച്ചിരുന്ന വീടുകൾ തകരുന്നു. അദ്ദേഹത്തിന് ഗുരുതരമായിരിക്കുന്നത് പരിക്കേൽക്കുന്നു. കൊല്ലപ്പെട്ടു എന്നുള്ള റിപ്പോർട്ട് നമ്മൾ പറഞ്ഞു, ഇതിനു മുമ്പ് പറയപ്പെടുകയും ചെയ്തതാണ്. അപ്പോൾ എന്തായി, ഇറാൻ കുറച്ചും കൂടി അത് വൈഡായിട്ട് മറ്റ് ചില ആളുകളെ കൂടി ആഡ് ചെയ്തു. കാര്യം ആയത്തുള്ള അലി ഖംനായിയെ കൊലപ്പെടുത്തിയ അതേ ടീം തന്നെ അദ്ദേഹത്തിൻ്റെ മകനെയും കൊലപ്പെടുത്താൻ വേണ്ടി ശ്രമം നടത്തിയെന്ന് പറഞ്ഞപ്പോൾ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപാണ് അതിന് നേതൃത്വം നൽകിയത് എന്നതിനാൽ അയാൾക്ക് ശേഷം അയാളുടെ മകനും ഇതിൽ വരണം എന്നുള്ളതാണ് പറയുന്നത്. അതേപോലെ തന്നെ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിൻ്റെ മകനും ഇതിൽ വരണം. യാഹിർ നെതന്യാഹുവിൻ്റെ പേരാണ് അതിൽ വന്നത്. അങ്ങനെ അച്ഛനും മകനും, നേതാവും മകനും, ആ തരത്തിലേക്ക് പകരത്തിന് പകരം എന്ന രീതിയിൽ തന്നെ ഇറാൻ ഓരോരോ കാര്യങ്ങളും സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് നിയന്ത്രിച്ച് വരുന്നു. അതിനനുസരിച്ച് കാര്യങ്ങൾ ചെയ്യുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഇങ്ങനെ ഒരു സംഭവങ്ങൾ ഇറാനെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം ഇത്തരം ഒരു സംഭവങ്ങളൊക്കെ അമേരിക്ക നേരിടുന്നത് ചരിത്രത്തിൽ ആദ്യമായിട്ടാണ്. സാമ്പത്തിക രംഗം തകർന്നാൽ രാജ്യത്തിന് പിടിച്ചു നിൽക്കുക എന്നുള്ളത് വലിയ പ്രയാസമാണ്. അങ്ങനെ സാമ്പത്തിക തകർച്ചയിലാണ് നിലവിൽ അമേരിക്ക എന്നുള്ളത്. ഒന്നാം ലോക യുദ്ധത്തിന് ശേഷം ഏറെക്കുറെ രണ്ടാം ലോക യുദ്ധത്തിലേക്ക് എത്തുമ്പോഴേക്ക് ബ്രിട്ടൻ എന്ന് പറയുന്ന ലോകത്തിൽ ഏറ്റവും വലിയ സൈനിക ശക്തിയായ പ്രബലമായിരിക്കുന്ന രാജ്യമായിരിക്കുന്ന ബ്രിട്ടൻ്റെ സാമ്പത്തിക തകർച്ച ഉണ്ടായി. രണ്ടാം ലോക യുദ്ധത്തിൽ തകർന്നതോടുകൂടി തന്നെ സാമ്പത്തിക മേഖല അപ്പാടെ കൂപ്പുകുത്തി പിടിച്ചു നിൽക്കാൻ പോലും പ്രയാസപ്പെടുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോയി. അതോടുകൂടി ബ്രിട്ടൻ പതുക്കെ ലോകത്തിലെ ഏറ്റവും വലിയ സൈനിക ശക്തിയുള്ള രാജ്യങ്ങളിൽ നിന്ന് അപ്രത്യക്ഷമായി.
പിന്നീട് അവിടേക്കാണ് രണ്ടാം ലോക യുദ്ധത്തോടുകൂടി അമേരിക്ക കയറി വരുന്നത്. അമേരിക്ക ജപ്പാനെ കീഴടക്കി കയറി വന്നതോട് കൂടിയിട്ട് ബ്രിട്ടനേക്കാൾ വലിയ പ്രാധാന്യം അമേരിക്കക്ക് ലോകരാജ്യങ്ങൾ നൽകിയപ്പോൾ അവർക്കൊരു ഹീറോയിസം വന്നു എന്നുള്ളതാണ്. ഇപ്പോൾ നമ്മൾ സൈനികമായിരിക്കുന്ന ബലത്തിൽ എണ്ണുന്ന സമയത്ത് രണ്ടാം സ്ഥാനത്ത് ബ്രിട്ടൻ പേര് കാണാൻ വേണ്ടി സാധിക്കില്ല. ലോകത്തിൽ ഏറ്റവും വലിയ നമ്പർ 1 ബ്രിട്ടൻ നിലനിന്ന കാലമൊക്കെ ആ തിളക്കമുള്ള കാലങ്ങൾ അതൊക്കെ മാഞ്ഞു പോയിരിക്കുന്നു, അത് കഴിഞ്ഞു പോയിരിക്കുന്നു. ഇപ്പോൾ ഒരു പക്ഷേ 8ാമത്തെയോ 10ാമത്തെയോ ആ സൈനിക ശക്തിയുള്ള രാജ്യങ്ങളുടെ ലിസ്റ്റിലെ ബ്രിട്ടനെ കാണാൻ വേണ്ടി സാധിക്കൂ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഇങ്ങനെ തന്നെയാണ്. സാമ്പത്തികപരമായ രീതിയിൽ ശക്തിയില്ലെങ്കിൽ പിടിച്ചു നിൽക്കാൻ പറ്റാതെ സൈനികപരമായ രീതിയിലെ പരാജയം ഉണ്ടാവുമെന്ന് ബ്രിട്ടൻ തെളിയിച്ചിട്ടുണ്ട്. അത് അവസ്ഥയിലേക്കാണ് നിലവിൽ അമേരിക്ക നീങ്ങിക്കൊണ്ടിരിക്കുന്നത് എന്ന് നമ്മൾക്ക് കൃത്യമായ രീതിയിൽ പറയാൻ വേണ്ടിയിട്ട് സാധിക്കുന്നതാണ്.